കൊച്ചി പോകുമ്പം അല്ലെങ്കിൽ ഞാൻ കൊച്ചിയിലൊരു വർഷം നിന്നപ്പോഴും ഏറ്റവും ആഗ്രഹിച്ചൊരു സ്ഥലമായിരുന്നു. പോകണം, ഓവർ റേറ്റഡ് ആണ്, ഹൈപ്പാണ് എന്നൊക്കെ പറയുമെങ്കിലും അവിടെ ഒന്ന് പോകണം എന്ന് ആഗ്രഹിച്ചൊരു സ്ഥലം. നമ്മളുടെ കണ്ടെയ്നർ റോഡ് നേരെ വെച്ച് അങ്ങ് പിടിച്ചിട്ട് ടോൾ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മളുടെ കൊച്ചി വെള്ളക്കാന്താരി റെസ്റ്റോറൻറ്റ്. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് കായലും ഒക്കെ അടിപൊളിയാട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ വെയിറ്റ് ഇല്ലാതെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് പറ്റും. അകത്ത് കയറി നമുക്ക് സീറ്റൊക്കെ പിടിച്ച് നമ്മൾ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്കതാ കാണാം. അവിടെ ഇങ്ങനെ എല്ലാം ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന കായലിൽ കിട്ടണ ഒരുവിധം മീനുകളും വറുത്തിട്ടും പൊരിച്ചിട്ടും കറി വെച്ചിട്ടും വരട്ടിയിട്ടും തോരൻ വെച്ചിട്ടും പല ഫോമിൽ പല രീതിയിൽ ചട്ടിയിലാക്കിയിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരാൻ വേണ്ടി തുടങ്ങും. പിന്നെ നമുക്ക് നമ്മുടെ സീറ്റ് കിട്ടിയിട്ട് അവിടെ പോയി ഇരുന്നിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങാം. ചോറ് വന്നു, പപ്പടം വന്നു, അച്ചാർ വന്നു, ക്യാബേജ് ഉപ്പേരി വന്നു, പിന്നെ പരിപ്പ് വന്നു, പിന്നെ ചറഞ്ചം പുറഞ്ചം നമ്മൾ അവിടെ കണ്ടിട്ടുള്ള പല ഐറ്റംസും അങ്ങനെ ഓർഡർ ചെയ്തു. എല്ലാം ഒരു ചെറിയ പ്ലേറ്റിലാണ് വരുന്നത്. കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ കേട്ടോ. തോരൻ ഉണ്ടായിരുന്നു, അത് മീൻ പീര, സ്ക്വിഡ്, ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, ചെമ്മീൻ കറി ഉണ്ട്, അത് ഗ്രേവി, സെമി ഗ്രേവി, ബീഫ് ഇടിച്ചത്, മീൻ, നെത്തോലി, അങ്ങനെ പല 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 സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. നമ്മളുടെ US നമ്മളുടെ സുഹൃത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ കൊളീഗ്സ് ആയിരുന്നു ഇവർ USDയിൽ. നോബിളേട്ടനും വിജി ചേച്ചിയും ഗ്രേസും ബാലു നമ്മളെല്ലാവരും കൂടെ പൊളിച്ചടുക്കിയിട്ടൊരു അടിച്ച് കയറിയിട്ടുണ്ട്. എന്താ പറയുക, അവിടെ കണ്ടതെല്ലാം നമ്മളിങ്ങനെ അറഞ്ചും പുറഞ്ചും വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെല്ലാവരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിപ്പോൾ എത്ര തോന്നുന്നുണ്ടോയെന്നൊന്നും വിചാരിക്കാനൊന്നുമില്ല. അങ്ങനെയാണ് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ ചെമ്പല്ലി വന്നത്. അയ്യോ, ഇതിത്ര വലുതാണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ച് പോയി. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളിലെ മീറ്റ് ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല എരിവും ഉപ്പും ഒക്കെ ആവശ്യത്തിനുള്ളത് പിടിച്ചിട്ട് നല്ലൊരു ചെമ്പല്ലി ഫ്രൈ ആയിരുന്നു. പിന്നെ നമ്മൾ ചോറ്, ചെമ്മീൻ കറിയായിരുന്നു, അതെല്ലാം കൂട്ടി കഴിച്ചു. കുറച്ച് പഴയൊരു പോസ്റ്റാണ്, പക്ഷേ എന്നാലും എനിക്കിതിവിടെ വേണമെന്ന് തോന്നി. ഇതെല്ലാം ഞങ്ങൾ കഴിച്ചിട്ടായത് ഒരു 3200 സംതിങ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.